ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിന്നും നായയുടെ ജഡം കണ്ടെത്തി. പ്രദേശത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടിയെന്ന ആരോപണം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ്, എന്താണ് സംഭവം? എത്ര നായകളുടെ ജഡമാണ് കണ്ടെത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിന് 4 നായ്ക്കളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ കുഴിച്ച സ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച അതേ സ്ഥലത്താണ് അപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഏകദേശം 11 മണിയോടെ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കുഴി ആഴമായി തന്നെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് 4 നായ്ക്കളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പരാതി കൊടുത്ത അതേ പരാതി 200ഓളം നായ്ക്കളെ ജീവനോടെ കുഴിച്ചുമൂടി ഈ അനിമൽ റെസ്ക്യൂ ടീം പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുഴിച്ചുള്ള നടപടികൾ ഈ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. ഈ 4 മൃതദേഹം കിട്ടിയത് ഈ നായ്ക്കളുടെ 4 മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതേ നായ്ക്കളാണോ ഈ യുദ്ധത്തിൽ കുഴിച്ചുമൂടി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അത് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മൂന്നാറിൽ അപേക്ഷിച്ച് തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായ സാഹചര്യം തന്നെ നിലവിലുണ്ടായിരുന്നു. നിലവിൽ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ പ്രാദേശികമായ ആൾക്കാരെയും കുട്ടികളെ അടക്കം തെരുവുനായ്ക്കൾ ആക്രമിച്ച് ഉള്ള ഒരു വാർത്ത കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും അത്തരത്തിലൊരു നടപടിയായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അതായത് ഈ പരാതികൾ പറയുന്ന പോലെ പഞ്ചായത്ത് കൊന്നു പിടിച്ചുകൂടി എന്നുള്ള പരാതിയാണ് ഈ അനിമൽ റെസ്ക്യൂട്ടും പരാതിയായി നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് FIR ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ വാഹനവും ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏതായാലും ചോദ്യം ചെയ്തു വരികയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കുഴിച്ചുള്ള ഒരു പരിശോധന ഇന്ന് ആരംഭിച്ചതും. ഈ 4 മൃതദേഹങ്ങൾ നായയുടെ 4 മൃതദേഹവും ഇവിടെ നിന്ന് ലഭ്യമായതായാലും ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയെന്ന് തന്നെ വേണം പറയാൻ. ഈ ഭാഗത്തെല്ലാം തന്നെ ആഴത്തിൽ പരിശോധിച്ചിൽ 4 നായ്ക്കളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടുതലായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായാലും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഇനി അതേ നായ്ക്കൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകി അതേ നായ്ക്കളുടെ മൃതദേഹമാണോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തത പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും അതിനുള്ള കൃത്യമായ ഒരു വ്യക്തത ലഭ്യമാവുകയോ. ഏതായാലും ഇപ്പോൾ പരിശോധന പൂർത്തിയായി എന്ന് വേണം പറയാൻ. അതെ ബിനീഷ്, അതുപോലെ തന്നെ മണ്ണുമാന്ത്രി യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. പ്രദേശത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടിയെന്നൊരു ആരോപണമൊക്കെ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നായകളുടെ ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തില്ല, അല്ലെങ്കിൽ നായ്ക്കളെ പിടികൂടി അത്ര കൂട്ടത്തോടെ അത്തരത്തിലൊരു കൃത്യം നടപ്പാക്കി ഇങ്ങനെ കുഴിച്ചിട്ടില്ലെന്നാണ് പഞ്ചായത്ത് നൽകുന്ന ഒരു വിശദീകരണം. അന്വേഷണം നടത്തിക്കോട്ടെ, തങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അന്വേഷണം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ JCB ഉപയോഗിച്ച ഈ ഭാഗത്തുള്ള തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത്. ഇപ്പോൾ പരിശോധന പൂർത്തിയായി. ഈ പരിശോധനയിലാണ് 4ഓളം നായ്ക്കളുടെ മൃതദേഹം ഇവിടുന്ന് ലഭിച്ചത്. അതാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഈ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇതേ നായ്ക്കളാണോ ഇവിടുന്ന് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ലഭിക്കണം. ഏതായാലും പഴകിയൊരു 4ഓളം നായ്ക്കളുടെ മൃതദേഹങ്ങളാണ് ഇവിടുന്ന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ കല്ലാർ മാലി പ്ലാന്റിനെ അപേക്ഷിച്ച് നിരവധി തെരുവ് നായ്ക്കൾ ഇവിടെയും രൂക്ഷമാണ്. കാരണം ഈ വേസ്റ്റും അതെല്ലാം കഴിക്കാൻ തന്നെ ഇവിടെയുള്ള മലിനങ്ങളെല്ലാം തന്നെ കഴിക്കാൻ നിരവധി നായ്ക്കളും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നായായിരിക്കും ഇവിടെ ചിലപ്പോൾ ചത്തതെന്നാണ് പഞ്ചായത്ത് നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും പഞ്ചായത്ത് കൃത്യമായി പറയുന്നുണ്ട്, തങ്ങൾ അത്തരത്തിൽ ഒരു നായ്ക്ക് ഇത്ര 200ഓളം നായ്ക്കൾ പരാതിയിൽ പറഞ്ഞ പോലെ 200ഓളം നായ്ക്കളെ തങ്ങൾ പിടികൂടി കൊണ്ടുപോയി തങ്ങൾ കുറ്റകൃത്യം നടത്തിയെന്ന് പറയുന്നതിൽ ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. തങ്ങൾ അത്തരത്തിൽ ചെയ്തിട്ടില്ലെന്നാണ് പഞ്ചായത്ത് നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും ഇപ്പോൾ ലഭിച്ച ഈ 4 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കുമെന്നാണ് നമുക്ക് പോലീസിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അതാണോ അല്ലെങ്കിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ നായ്ക്കളാണോ എന്നുള്ളൊരു സംശയം പോലീസ് ആൾക്കാർ ഈ അനിമൽ റെസ്ക്യൂട്ടും പ്രകടിപ്പിച്ചാൽ തന്നെ അതിലൊരു കൃത്യമായൊരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നത്. ശരി ബിനീഷ്, ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിന്നുമാണ് നായകളുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടിയെന്ന ആരോപണം ഉയർന്നിരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നായകളുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ മിണ്ടാപ്രാണിയോട് ക്രൂരത. പൂച്ചയെ കൊന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിട്ട് യുവാവ്. ഷജീർ ടൂൾ എന്ന ഇൻസ്റ്റഗ്രാം